അല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയങ്ങളിൽ വക്രതയും രോഗവും ഒക്കെയുള്ള ആളുകളുണ്ടല്ലോ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅ്വീലിഹി. ആ മുതശാബിഹായ അർറഹ്മാനു അലൽ അർശിസ്തവാ തുടങ്ങിയ ആയത്തുകളെയൊക്കെ പിടികൂടി അതിന്റെ വ്യാഖ്യാനങ്ങൾ അന്വേഷിച്ചു പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ഹൃദയത്തിൽ വക്രതയും രോഗവുമുള്ള ആളുകളുണ്ടെന്ന് അല്ലാഹു പറയുന്നു. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. അതിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഓതി കൂലി വാങ്ങിയാൽ മതി. അതൊക്കെ ഓതി കൂലി വാങ്ങാനുള്ളതാണ്. അലിഫ് ലാം മീം 30 കൂലി കിട്ടിയെന്ന് ഉറപ്പാ. അർത്ഥം തിരിഞ്ഞെങ്കിലേ കൂലി കിട്ടുള്ളൂ എന്ന വാദക്കാരുണ്ട്. വേറെ വേടൊന്നുമില്ല. സംഗതി ദിക്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മതി, എന്നാ കൂലി കിട്ടുമെന്ന് അലിഫ് ലാം മീം ഓതുമ്പോ തന്നെ ബോധ്യപ്പെടുക. ഇരിക്കട്ടെ. അപ്പൊ ഈ നിലക്ക് നമ്മുടെ വിശ്വാസം പോക്കറ്റടിക്കപ്പെട്ടു പോകുന്നത് വളരെയധികം സൂക്ഷിക്കണം. പിന്നെന്തിനാ മുസ്ലിയാരെ എങ്ങനെ മേലോട്ട് കണ്ണു ഉയർത്തുന്നത്, എന്തിനാ മേലോട്ട് കൈ ഉയർത്തുന്നത് എന്നൊക്കെ വേണമെങ്കിൽ സംശയം തോന്നും. അതൊക്കെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ഓരോരോ ഖിബ്ല നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന സമാ ഖിബ്ലത്തു ദാഇൻ, ആകാശം ദുആ ചെയ്യുന്നവന് അല്ലാഹു ഖിബ്ലയായി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് മേലോട്ട് നിസ്കരിക്കുന്നവൻ കഅബയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിക്കാൻ പറഞ്ഞാലോ അങ്ങോട്ടാ തിരിയാ, അങ്ങനെ തിരിഞ്ഞിട്ടുമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറയുമ്പോൾ അങ്ങോട്ട് തിരിയാം. മക്കത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ പറയുമ്പോൾ അങ്ങോട്ട് തിരിയണം. എവിടേക്ക് തിരിയാൻ പറയുന്നോ അങ്ങോട്ട് തിരിയാന്നുള്ളൂ, അല്ലാതെ അല്ലാഹു തആല അവിടെ ഇരിക്കുകയാണെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. മശ്രിഖും മഗ്രിബും ഒക്കെ അല്ലാഹുവിനുള്ളതാണ്. എങ്ങോട്ട് തിരിയാൻ പറയുന്നോ അങ്ങോട്ട് തിരിഞ്ഞോളുക. എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ അല്ലാഹുവുണ്ട്. ഇങ്ങനെ. അപ്പൊ അതിനൊന്നും നമ്മൾ സംശയത്തിൽ അകപ്പെട്ടു പോകാതെ അല്ലാഹുവിന്റെ സിഫാത്തുകളും അവന്റെ അസ്മാഉകളും വളരെ നന്നായി മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നുവോ അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തിട്ട് നമ്മളുടെ ഈമാൻ നാം രക്ഷപ്പെടുത്തണം. അല്ലാഹുവിൽ നേരിട്ട് ചിന്തിക്കാതിരിക്കുകയാണ് അതിന്റെ വഴി. അല്ലാഹുവിൽ നേരിട്ട് അവന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൂടാ. പിന്നെയോ നമ്മുടെ ഈമാൻ ഉറപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്ന ഹലാവത്ത് ഉണ്ടാക്കി എടുക്കാൻ അല്ലാഹുവിന്റെ ദാത്തിൽ ചിന്തിക്കാതെ അവന്റെ സൃഷ്ടികളിൽ ചിന്തിക്കുക. അതിനാണ് പരിശുദ്ധമായ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാഹു വളരെ വ്യക്തമായി അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ദിനരാത്രങ്ങളുടെ വ്യതിയാനങ്ങളിലും ദിഷണാശാലികൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലാഹുവിനെ കണ്ടെത്താതിരിക്കാൻ കഴിയുകയില്ല. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. ദിക്ർ ചൊല്ലുന്ന സുന്നികളായ നല്ല വിവരമുള്ള ചിന്താശക്തിയുള്ള ദിഷണാശാലികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അവര് ദിക്റിലാണ്. അവരല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞു പോകുന്നു, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇത് നീ വ്യർത്ഥമായി മിഥ്യയായി പടച്ചതല്ല. ഫഖിനാ അദാബന്നാർ. ചിന്തിക്കുന്നവരൊക്കെ അങ്ങോട്ടാണ് എത്തുക. പക്ഷെ അത് അതിൻ്റെതായ റൂട്ടിലായിരിക്കണം ആ ചിന്ത പോണത്.
ഇപ്പൊ അടുത്ത് ഒരു ചങ്ങാതി, ഒരു കയ്യും കാലിലും ഒന്നും ശേഷിയില്ലാത്തൊരു വലിയ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അളിയുടെ ഡൽഹിയൊക്കെ വന്ന് പോയി. അയാള് കുറെ ചിന്തിച്ചിട്ട് അയാൾ പറഞ്ഞു, ഈ മഹാപ്രപഞ്ചം അത് പടച്ചു വിട്ടത് ദൈവം തന്നെ അയക്കാം. അതിന്റെ പിന്നിൽ പടച്ചത് ദൈവം അയക്കാം, പക്ഷെ ഇപ്പൊ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ പിടിവിട്ടുപോയിട്ടുണ്ട്. അത് സത്യത്തിൽ അയാള് ഉസ്താദിന്റെ കിതാബൊക്കെ വാങ്ങി കുറച്ചുകൂടി വായിക്കണം. ഏത് ഉസ്താദിന്റെ സയ്യിദുൽ ബഷറും അതുപോലെ ഉള്ള ഗ്രന്ഥങ്ങളെല്ലാം മലയാളത്തിലുള്ളതൊക്കെ അറബിയിലേക്ക് മാറ്റാൻ കഴിയുന്നവര് അറബിയിലേക്ക് മാറ്റി സഹകരിക്കുക. അറബിയിൽ ഉസ്താദ് എഴുതിയതൊക്കെ മലയാളത്തിലാക്കാൻ പറ്റുന്നവര് മലയാളത്തിലാക്കുക, ഇംഗ്ലീഷിലാക്കാൻ പറ്റുന്നവർ ഇംഗ്ലീഷിലാക്കുക. അതൊക്കെ അത്ര വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. വെറുതെ എന്തെങ്കിലും പറയണല്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് പറയാനൊക്കെ അർഹതപ്പെട്ട എത്രയോ ആളുകൾ വേറെ ഉണ്ട്. എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട മുത്താലിം അത് പറഞ്ഞുകൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ അലാമാത്തുൽ ഖിയാമത്തൊക്കെ ഇയാൾ വായിച്ചു കഴിഞ്ഞാൽ മൂപ്പരെ സംശയം തീരും. ഇപ്പൊ ചില അവിടെ ഇവിടെയൊക്കെ ചില പൊട്ടലും തെറിക്കലൊക്കെ കാണുമ്പോൾ ഇയാൾ പറയാണ്, പഠിച്ചത് ദൈവം തന്നെ അയക്കാം, പക്ഷെ പിടിവിട്ടുപോയി. അതിന് ഈ അലാമാത്തുൽ ഖിയാമത്തും കൂടി വായിച്ചു തീർന്ന സംശയമൊക്കെ മാരുടെ ശാസ്ത്രം എല്ലിക്കോളും നമുക്ക് പറയാനുള്ളത്. ബുദ്ധിയുള്ള ആളുകൾ ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹുവിന്റെ ആസ്തിക്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, അല്ലാമ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം, ഇന്നി ല അഖ്റുജു മിൻ മൻസിലി ഫമാ യഖഉ ബസരി അലാ ഷൈഇൻ ഇല്ലാ റഅയ്തു ലില്ലാഹി അലയ്യ ഫീഹി നിഅമത്തുൻ വലി ഫീഹി ഇബ്റ. ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി എവിടെയൊക്കെ എന്റെ കണ്ണ് തട്ടുന്നുവോ, എന്തൊക്കെ ഞാൻ കാണുന്നുവോ അതിലൊക്കെ ഞാൻ പടച്ചോനെ കാണുകയാണ്. എത്ര ചെറിയ പ്രതിഭാസമാകട്ടെ, എത്ര വലിയതാകട്ടെ, അതിലെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അജയ്യമായ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച്, പടച്ചവനെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാൻ വകയുണ്ടാവുകയാണ്. അതാണ് ശരിയായ ചിന്ത. ഇദൽ മർഉ കാനത് ലഹു ഫിക്റ ഫഫീ കുല്ലി ശൈഇൻ ലഹു ഇബ്റ. ശരിയായ ഫിക്റുള്ളവന് അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പോന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ സർവ്വ വസ്തുക്കളിലും അല്ലാഹു കുത്തി നിറച്ചു വച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചിക രഹസ്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തത്. ഖുർആൻ അത് പറയുന്നത് എന്തിനാണ് കാണിച്ചു കൊടുത്തതെന്ന വലിയ മിനൽ മൂഖിനീൻ. ഇബ്രാഹിം നബിക്ക് നല്ല യഖീൻ കിട്ടാൻ വേണ്ടി. യഖീൻ ഇല്ലാത്ത ഒരാളായിരുന്നു സംശയം തോന്നും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്, മിൻ വഖ്തി തുഫൂലിയതിഹി ഇലാ അജലി അൻ യസീറ മിനൽ മൂഖിനീന സമാന ബുലൂഗിഹി ലിഅജലി അൻ യസീറ മിനൽ മൂഖിനീന സമാന ബുലൂഗിഹി. കുഞ്ഞുനാൾ മുതലേ പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ലിയകൂന മിനൽ മൂഖിനീൻ. അവിടുന്ന് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ശരിയായ യഖീൻ ഖൽബിൽ കിട്ടാൻ വേണ്ടി. അത് പിന്നെ അവരുടെ കാലത്ത് ഗോളശാസ്ത്രപരമായ പഠനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് മേലോട്ട് പറന്നുപോയിട്ട് ഉപരിമണ്ഡലങ്ങളിലെല്ലാം ചെന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭൂമിയിൽ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അമേരിക്കക്കാരൻ മേലോട്ട് പറക്കും, പേടകങ്ങളെ അയക്കും, ഡിസ്കവറി വിടും, മനുഷ്യൻ കേറുന്നതും കേറാത്തതുമായ പലതും മേലോട്ട് പോകും. അവിടെ ചെന്നിട്ട് പഠനം നടത്തും. അത് അല്ലാഹുവിനറിയാം.